ബട്ടർ ചിക്കൻ ഇത്ര എളുപ്പമായിരുന്നോ? ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ, സംഗതി ഉഷാറാണ്. അപ്പം എങ്ങനെയാണെന്ന് അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനായി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഏകദേശം ഒരു മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ചൂടായ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു സവാള ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 അല്ലെങ്കിൽ ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് 20 എണ്ണം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റായിട്ട് ഗോൾഡൻ കളർ ആയാൽ മതി, ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആക്കണ്ട. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് മീഡിയം വലുപ്പമുള്ള 3 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഇനി എല്ലാം നന്നായിട്ട് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ മെൽറ്റായ ശേഷം നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതേപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് പാനിൽ നിന്നെടുത്ത് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഒരു ലോയിലാക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബട്ടർ ചിക്കൻ നല്ലൊരു ഓറഞ്ച് കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കളറൊന്നും ചേർക്കാതെ തന്നെ. ഇനി നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു അരിപ്പയിലൂടെ അരച്ചൊഴിക്കുക. നമ്മൾ അരച്ചെടുത്ത പേസ്റ്റിൽ എന്തെങ്കിലും കട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി ഗ്രേവി നല്ല ക്രീമി ആയിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് നടുക കീറിയത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ക്രീം ആയിരുന്നാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. സത്യം പറയാലോ, ആ ക്രീമി ഗ്രേവിയൊക്കെ ശരിക്കും ഒരു രക്ഷയില്ല. ഇതിലെ മധുരവും എരിവും ഒക്കെ കറക്റ്റ് പാകത്തിനാണ് വന്നിരിക്കുന്നത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ. ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.